നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ സീസണിലെ UCL മത്സരങ്ങൾ റൗണ്ട് ഓഫ് 16ലേക്ക് എത്തി നിൽക്കുകയാണല്ലോ. നാളെ റൗണ്ട് ഓഫ് 16 ഫിക്സർ നിർണ്ണയ നറുക്കെടുപ്പുണ്ട്. നമ്മൾ എന്തായാലും ഇപ്പോൾ യുവേഫയുടെ ഏറ്റവും പുതിയ ക്ലബ് റാങ്കിംഗ് ഒന്ന് പരിശോധിക്കുകയാണ്. അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് റയൽ മാഡ്രിഡ് തന്നെയാണ്. റയൽ മാഡ്രിഡാണ് നിലവിൽ ഒന്നാമതുള്ളത്. അവരുടെ പോയിന്റ് 140 ടോട്ടൽ പോയിന്റ്. അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രകടനം പരിഗണിച്ചാണ് 140 അവരുടെ പോയിന്റ്. രണ്ടാമത് മാഞ്ചസ്റ്റർ സിറ്റി 137.75 അവരുടെ പോയിന്റ്. മൂന്നാമത് ബയേൺ മ്യൂണിക്ക്, 4 ലിവർപൂൾ, 5 പാരീസ് സെന്റ് ജർമ്മൻ, 6 ഇന്റർ മിലാൻ, 7 AS റോമ, 8 ബൊറൂസിയ ഡോട്ട്മുണ്ട്, 9 ചെൽസി, 10 ബയർ ലെവർക്യൂസൻ. ഇനി ബാഴ്സലോണ ഇവിടെ ഈ സീസണിൽ മികച്ച പ്രകടനം നടത്തുന്ന ബാഴ്സ എവിടെയെന്ന് സ്വാഭാവികമായിട്ടും ആരാധകർ ചോദിക്കും. 11ാം സ്ഥാനത്താണ് FC ബാഴ്സലോണ ഉള്ളത്. അവരുടെ പോയിന്റ് 93.25. 11ാം സ്ഥാനത്ത് ബാഴ്സ 11 ആണെങ്കിൽ 12 അത്ലറ്റിക്കോ മാഡ്രിഡ്, 13 മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, 14 ആഴ്സണൽ, 15 ബെൻഫീക്ക, 16 അറ്റ്ലാന്റ, 17 വിയാറയൽ, 18 FC പോർട്ടോ, 19 മിലാൻ, 20 RB ലീപ്സിഗ്, 21 യുവന്റസ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി ഈ സീസണിലെ മാത്രം കണക്കിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ പ്രകടനം മാത്രമാണ് പരിഗണിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നിലവിൽ റാങ്കിങ്ങിൽ 4ാമതുള്ള ലിവർപൂൾ ആയിരിക്കും ഈ സീസണിൽ മാത്രം പോയിന്റിൻ്റെ കാര്യത്തിൽ ഒന്നാമത് വരിക. അവർക്ക് ഈ സീസണിൽ മാത്രം 27.5 പോയിന്റ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ സീസണിൽ മാത്രം കണക്കെടുത്താൽ രണ്ടാമത് വരേണ്ടത് ബാഴ്സലോണയാണ്. നിലവിൽ അവരുടെ റാങ്കിങ് പൊസിഷൻ 11. അവർക്ക് ഈ സീസണിൽ മാത്രം പോയിന്റ് 26.25. ഈ സീസണിൽ മാത്രം നോക്കുമ്പോൾ ആഴ്സണലാണ് മൂന്നാമത് വരേണ്ടത്. നിലവിലെ റാങ്കിങ് 14, 26 ഈ സീസണിലെ അവരുടെ ഒരു പോയിന്റ്സ് എന്ന് പറയുന്നത്. എന്തായാലും ഇതാണ് യുവേഫയുടെ ഏറ്റവും പുതിയ റാങ്കിങ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ്